നമസ്കാരം. ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിംസ് ആക്ട് 2025 എന്നുള്ളതാണ്. നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടുകൂടി ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജായി ചുരുങ്ങുകയും ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ആക്സസ് ആകുകയും ലോകത്ത് എവിടെയുള്ളവരോട് നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിശാലമായ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. എല്ലാ വെബ്സൈറ്റിനും www എന്നൊരു തുടക്കം കാണും, ഒരു പ്രിഫിക്സ് കാണും. അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് എന്നാണ്. അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ചങ്ങലയായി, ഒരു ചിലന്തി വല പോലെ കിടക്കുന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ ലോകം. അവിടെ ഒത്തിരി ഗുണങ്ങൾ ഇൻ്റർനെറ്റിനുണ്ടെങ്കിലും ചില ദോഷവശങ്ങൾ അതിൽ കൂടി ഉണ്ടായി എന്ന് വരാം. നമുക്കറിയാം, ഗാംബ്ലിംഗ്, ചൂതാട്ടം ഒരു കുറ്റകൃത്യമാണ്, നിയമം മൂലം നിരോധിച്ചതാണ്. ഇതല്ലെങ്കിൽ പോലും ഇതൊരു ഗെയിം ഓഫ് ചാൻസ് ആണ്. ചൂതാട്ടം പലപ്പോഴും ഒരാളെ സാമ്പത്തികമായി തകർക്കും, തന്നെയുമല്ല ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് വരും. അതുകൊണ്ട് ചൂതാട്ടത്തിനോട് ആർക്കും പൊതുവെ യോജിപ്പില്ല. തന്നെയുമല്ല, ഗാംബ്ലിംഗ് ആക്ട് മാത്രം ചൂതാട്ടം നിരോധിച്ചിരിക്കുകയും കൂടിയാണ്. എന്നാൽ ഈ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഇതിൻ്റെ അനന്തമായ സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ മറവിൽ ചൂതാട്ടം അല്ലെങ്കിൽ ഗാംബ്ലിംഗ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. തികച്ചും നിരപരാധികളും സത്യസന്ധരും അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കണവും അല്ലെങ്കിൽ സ്കിൽസൊക്കെ ഉള്ളവർ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ഇവർ ഈ ഇൻ്റർനെറ്റിൻ്റെ വലയിൽ പെട്ടിട്ട് ഈ ചൂതാട്ട മേഖലയ്ക്ക് അറിയാതെയോ അറിഞ്ഞോ കടന്നു പോകുന്ന ഒരു സാഹചര്യം. തന്നെയുമല്ല, ചില ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ കോടികളുടെ അല്ലെങ്കിൽ മില്യൺസിൻ്റെ സാമ്പത്തിക ലാഭവും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് വളർന്നു. ഇത് കൂടാതെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ചില വിദേശത്തുള്ള ആപ്പുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് നാളെ അത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുന്നതിനും ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുന്നതിനും ഒക്കെ ഒരുപക്ഷെ സഹായമായി എന്ന് വരാം എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് ഗവൺമെൻറ് ഇതിനെ സീരിയസ് ആയിട്ടെടുക്കും. എന്നാൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയം, ഈ ഓൺലൈൻ ഗെയിമിനെ പരിപൂർണമായി ഗവൺമെൻറ് നിരോധിച്ചു. അങ്ങനെയാണ് പൊതുവെ മീഡിയയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യുന്നു, ഓൺലൈൻ ഗെയിം എല്ലാം നിരോധിച്ചു. അങ്ങനെയല്ല. ഈ നിയമത്തിൻ്റെ പേര് തന്നെ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിംസ് ആക്ട് 2025 എന്ന്. അപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നിരോധിച്ചത് എവിടെയാ? നിരോധിച്ചിട്ടില്ലേ? നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായി ഈ നിയമം അനുസരിച്ച് ഓൺലൈൻ ഗെയിംസിനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഇ സ്പോർട്സ്. ഈ സ്പോർട്സ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. എന്നാൽ ഇ സ്പോർട്സ് എന്നൊരു സംവിധാനം, അതായത് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൽ വെർച്വലായിട്ട് പല കളികളും സ്പോർട്സ് ഇനങ്ങളായിട്ട് ചെയ്യാം. ഈ സ്പോർട്സ് ഇനങ്ങൾക്കുള്ളൊരു പ്രത്യേകത, ജസ്റ്റ് ഗെയിം ഓഫ് ചാൻസ് മാത്രമല്ല, സ്കില്ലും വേണം. അപ്പം സ്കില്ല് ചേർന്നതൂടെ പലപ്പോഴും ഗാംബ്ലിങ്ങിനെ പറ്റി പറഞ്ഞ് ഓൺലി എ ഗെയിം ഓഫ് ചാൻസ്. അങ്ങനെയല്ല, സ്കില്ലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും ചേർന്നതാണ്. അപ്പം ഈ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ളതായ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതായ എല്ലാ സ്പോർട്സ് ഇനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ നിയമം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, അത് ഓൺലൈൻ ഗെയിംസാണ്. അതിനെയും പ്രൊമോട്ട് ചെയ്യുക. ഓൺലൈൻ ഗെയിംസ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിംസ് രണ്ട് രീതിയിലാണ് വരാറുള്ളത്. ഒന്ന്, ഓൺലൈൻ സോഷ്യൽ ഗെയിംസ്. രണ്ടാമത്, ഓൺലൈൻ എഡ്യൂക്കേഷണൽ ഗെയിംസ്. ഈ രണ്ട് ഓൺലൈൻ ഗെയിംസ് വരാറുണ്ട്. ഇതിനെ രണ്ടിനെയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുക. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഗെയിംസ് വഴി കുട്ടികൾക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും സ്കോളേഴ്സ് അയക്കുന്നവർക്കും അവരുടേതായ കഴിവുകളെ ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ ഗെയിംസിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഓൺലൈൻ ഗെയിംസ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ
ഒരു ടൈം പാസ് എന്ന നിലയിൽ, ഒരു സന്തോഷം എന്ന നിലയിൽ ആൾക്കാർ ഓൺലൈൻ ഗെയിംസ് കളിക്കുന്നതിന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളാണ്. അപ്പം ഇത്രയും കഴിവുറ്റ ധാരാളം കോടിക്കണക്കിന് ആൾക്കാരുള്ള ഇന്ത്യക്കാർക്ക് അവരുടേതായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം വേണം ഗവൺമെൻറ് എടുക്കാൻ. അപ്പോൾ അതും ഗവൺമെൻറ് ഓൺലൈൻ സോഷ്യൽ ഗെയിംസും ഓൺലൈൻ എഡ്യൂക്കേഷൻ ഗെയിംസിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു അതോറിറ്റി, നാഷണൽ അതോറിറ്റിയെ ഈ ആക്ടിൽ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചെയർമാനും കൂടാതെ അതിൻ്റെ മെമ്പേഴ്സും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു നാഷണൽ അതോറിറ്റിയാണ് ഇതിനെ മുഴുവൻ റെഗുലറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ ഗെയിംസ് കൊണ്ടുവന്നാൽ അത് പരിശോധിച്ചിട്ട് ഇത് ഓൺലൈൻ ഗെയിമാണോ, നിയമപ്രകാരമുള്ളതാണോ, ഇതിന് റെക്കഗ്നിഷൻ ഉണ്ടോ, ഇതിന് ആപ്പ് അനുവദിക്കാമോ, രജിസ്ട്രേഷൻ അനുവദിക്കാമോ, ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നാഷണൽ അതോറിറ്റി പരിഗണിക്കും. എന്നിട്ട് അതിനെ വേണ്ട റെഗുലേഷൻസ് കൊടുക്കും, അതിൻ്റെ രജിസ്ട്രേഷൻ കൊടുക്കും. അപ്പം സോഷ്യൽ ഗെയിംസും സോഷ്യൽ ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസും എൻ്റർടൈൻമെൻറ്റും എഡ്യൂക്കേഷണൽ ആപ്സും ഇത് അനുവദിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോഴും പ്രൊമോഷൻ. പിന്നെ പ്രൊഹിബിഷൻ വരുന്നത് എവിടെയാണെന്ന് നോക്കാം. അതാണ് ഓൺലൈൻ മണി ഗെയിംസ്. സാമ്പത്തികം മുൻനിർത്തിയുള്ള എന്ത് ഓൺലൈൻ ഗെയിംസും നിരോധിച്ചിരിക്കും. അത് സെക്ഷൻ 5 അനുസരിച്ച് നിരോധിച്ചിരിക്കുന്നതായിരിക്കും. സാമ്പത്തികം ഉൾക്കൊള്ളുന്ന ഒരു ഓൺലൈൻ ഗെയിമും അനുവദിക്കുന്നില്ല. അത് ഒരു ഓൺലൈൻ ഗാംബ്ലിംഗ് ആയി തീരും എന്നുള്ളത് കൊണ്ടാണ് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഒരു ഓൺലൈൻ ഗെയിം കളിച്ചാൽ, ഓൺലൈൻ റമ്മി കളിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്നുള്ള ഓഫർ തരുന്നെങ്കിൽ അത് ഓൺലൈൻ ഗെയിം. ഇനി ആ ഓൺലൈൻ ഗെയിമിൽ ചേരാൻ രജിസ്ട്രേഷൻ ഫീസ് ഹാജരാക്കുന്നുണ്ടെങ്കിൽ അതും നാഷണൽ അതോറിറ്റി പരിശോധിച്ചിട്ട് അത് ഓൺലൈൻ ഗെയിമാണോ അല്ലയോ എന്ന്. ഇത് കൂടാതെ ഇതിനുമായി സപ്പോർട്ട് ചെയ്ത സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം ചില സമയത്ത് ഓൺലൈൻ റൈഫിൾ ഒക്കെ ഉള്ളതായ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഓൺലൈനായിട്ട് നമുക്ക് ഷൂട്ടിങ് പഠിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരും, നിങ്ങളുടെ നിലവിലുള്ള ഗണ്ണ് അല്ലെങ്കിൽ റൈഫിൾ സഫീഷ്യൻ്റ് അല്ല, നിങ്ങൾ ഇച്ചിരി വലിയ മെഷീൻ ഗണ്ണ് ഉപയോഗിക്കണം, അപ്പം അതിന് ഇത്ര പേയ്മെൻ്റ് ഉണ്ട്, അതടച്ചാൽ നിങ്ങൾക്ക് ഇച്ചിരി സ്കിൽഫുള്ളായിട്ട് ഈ ഓൺലൈൻ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരും. ഉടനെ നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്പ് അല്ലെങ്കിൽ ഒരു ഗണ്ണ് നിങ്ങൾക്ക് തരുന്നു, റൈഫിൾ തരുന്നു, നിങ്ങളത് ഉപയോഗിക്കുന്നു. അത് ഓൺലൈൻ ഗെയിമായിട്ട് വരും. അപ്പം സാമ്പത്തികം മുൻനിർത്തി ഉള്ളതെല്ലാം ഓൺലൈൻ മണി ഗെയിമാണ്. അത് നിരോധിച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. ചീട്ട് കളിക്കുന്നത് കുറ്റമാണോ? അല്ലേ? ചീട്ട് കളിക്കുന്ന കുറ്റമല്ല. എല്ലാവരും വിരുദ്ധമാണ് ചീട്ട് കളിക്കുന്നത് കുറ്റം. അങ്ങനല്ല. ചീട്ട് കളിക്കുന്നത് അതൊരു എൻ്റർടൈൻമെൻറ്റ്, ആർക്കും കളിക്കാം. പക്ഷേ അതേ ചീട്ട് പണം വെച്ച് കളിച്ചാലോ ഗാംബ്ലിംഗ്. ഇപ്പോൾ പണം വെച്ചുള്ള ചീട്ട് കളി അനുവദനീയമല്ല. എന്നാൽ ചീട്ട് കളിക്കുന്നത് ഒരു സോഷ്യൽ എൻ്റർടൈൻമെൻ്റായിട്ട് എല്ലാവർക്കും സ്വീകരിക്കും. അപ്പോൾ ക്ലബ്ബുകളിലൊക്കെ എത്രയോ പേര് ചീട്ട് കളിക്കുന്നു, ഇറ്റ്സ് ഓക്കെ, അത് അനുവദനീയമാണ്. പക്ഷെ പണം വെച്ചുള്ള ചൂതാട്ടം എന്ന നിലയിലുള്ളതായ ചീട്ടുകളി അനുവദനീയം. ഇത് തന്നെയാണ് ഓൺലൈൻ മണി ഗെയിമും ഓൺലൈൻ ഗെയിമും തമ്മിലുള്ള വ്യത്യാസം. സാമ്പത്തികം മുൻനിർത്തിയുള്ള ഒന്നിനെയും ഇത് അനുവദിക്കുന്നില്ല, അങ്ങനെയുള്ളത് നിരോധിക്കും. ഇതും നാഷണൽ അതോറിറ്റി പരിഗണിക്കും. ഇത് ഓൺലൈൻ മണി ഗെയിമാണോ അതോ ജസ്റ്റ് ഓൺലൈൻ ഗെയിമാണോ എന്നുള്ള കാര്യം നാഷണൽ അതോറിറ്റി പരിഗണിച്ചിട്ട് വിധമായ തീരുമാനമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമുണ്ടായാൽ നാഷണൽ അതോറിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയാണ് അത് തീരുമാനമെടുക്കുന്നത്. ഇവിടെ വരെ ഏതാണ്ട് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനമായ 2 കാര്യങ്ങൾ. ഒന്ന്, അഡ്വർടൈസ്മെൻറ്റ്. സെക്ഷൻ 6 അനുസരിച്ച് ഓൺലൈൻ മണി ഗെയിംസിനെ പ്രോത്സാഹിപ്പിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് നടത്തിയാൽ അത് കുറ്റകരമാണ്. ഒന്നാമത് സെക്ഷൻ 5 അനുസരിച്ച് നിരോധിച്ചിരിക്കുകയാണെങ്കിൽ ഓൺലൈൻ ുള്ള പ്രൊമോഷൻ നടത്തുന്നതിന് 6 അനുസരിച്ച് നിരോധിച്ചിരിക്കുക. ഇനി അടുത്തത്, സാമ്പത്തിക സഹായം നൽകുക അല്ലെങ്കിൽ സാമ്പത്തികമായ ട്രാൻസാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ സാധാരണ ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ത്രൂ ബാങ്ക്, അങ്ങനെയാണ് സാമ്പത്തികമായിട്ട് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന മണി. അത് നിരോധിച്ച് സെക്ഷൻ 7 അനുസരിച്ച് നിരോധിച്ചിരിക്കുക. അപ്പം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ഇതിനെ തുടക്കം കുറിക്കുന്ന നിരോധിച്ചിരിക്കുന്നു, ഇതിന് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന നിരോധിച്ചിരിക്കുന്നു, സാമ്പത്തികമായി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനെ നിരോധിച്ചിരിക്കുന്നു.
ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും നിരോധിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന് നോക്കാം. ഓൺലൈൻ ഗെയിം ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് മണി ഗെയിം അത് പ്രൊമോട്ട് ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിയുന്ന ഏതിനെയും നിരോധിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല 3 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയ ശിക്ഷ വിധിക്കാവുന്നതാണ്. ഇനി ഈ കുറ്റകൃത്യം ഒരാളെ കൺവിക്ട് ചെയ്തു, ഒരാളെ ശിക്ഷിച്ചു, വീണ്ടും കുറ്റകൃത്യം ആവർത്തിച്ചാൽ ഇത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മിനിമം 3 വർഷം വരെ തടവും. എന്നാൽ ആ തടവ് 5 വർഷം വരെ നീണ്ടുപോകും. അങ്ങനെയുള്ള ശിക്ഷയായിട്ട് വരും. തന്നെയുമല്ല, മിനിമം പിഴത്തുക എന്ന് പറഞ്ഞ 1 കോടി, അത് മാക്സിമം 3 കോടി വരെ പോകുന്ന ലെവൽ, 2 കോടി വരെ പോകുന്ന ലെവലിലേക്ക് മാറും. ഇത് രണ്ടാമത് കൺവിക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഇനി അഡ്വർടൈസ്മെന്റ്, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾക്കൊക്കെ ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് അഡ്വർടൈസ്മെന്റ് ജസ്റ്റ് അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന, അബറ്റ് ചെയ്യുന്ന, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയുള്ള ശിക്ഷ മാക്സിമം 2 വർഷം വരെയാണ്. 50 ലക്ഷം രൂപ വരെ പിഴയോ ഇത് രണ്ടും കൂടിയോ ആകാം. ഇനി ഇത് സബ്സിക്വൻ്റ് ആയിട്ട് വീണ്ടും അവരെ കൺവിക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 1 വർഷം വരെ പണിഷ്മെൻറ്റ്, ഇത് വീണ്ടും 2 വർഷമായിട്ട് ഇംപ്രസ്മെൻറ്റും കൊടുക്കാം. അത് 1 കോടി രൂപ വരെ പിഴയായിട്ട് മാറും. ബാങ്കിങ് മേഖലയിലും ഇത് തന്നെയാണ്. സാമ്പത്തികമായുള്ള രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ശിക്ഷ 3 വർഷം വരെയാണ്. അത് രണ്ടാമത്തെ കൺവിക്ഷൻ ആണെങ്കിൽ 5 വർഷം വരെ പോകാം. പിഴത്തുക ആദ്യം 1 കോടിയാണ്, പിന്നെ അത് 2 കോടി, അതനുസരിച്ച് മുന്നോട്ട് തുക കൂട്ടി വിധിക്കാം. മിനിമം 1 കോടി വരെ ഫൈൻ രണ്ടാമത്തെ കൺവിക്ഷൻ വരും. ഇതാണ് പ്രധാനമായിട്ടും ഓൺലൈൻ ഗെയിംസിനെ പറ്റി അല്ലെ പുതിയ നിയമത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഓൺലൈൻ ഗെയിംസിനെ പരിപൂർണമായി ഗവൺമെൻറ് നിരോധിച്ചിട്ടില്ല, ഈ നിയമം മൂലം നിരോധിച്ചിട്ടില്ല. ഓൺലൈൻ ഗെയിംസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഓൺലൈൻ മണി ഗെയിംസ് അതിനെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അതൊരു കുറ്റകൃത്യമായിട്ട് നിർവചിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും തുടർന്ന് നിയമ നടപടികൾ എടുക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇതിൻ്റെ അതോറിറ്റി, നാഷണൽ അതോറിറ്റി ആയിരിക്കും. അതും നിയമം മൂലം പറയുന്നു. പല ചെറുപ്പക്കാരും, അതുകൂടാതെ ചെറുപ്പക്കാർ മാത്രമല്ല, മടിയുള്ളവരും സ്കില്ല് എൻ്റർടൈൻ ചെയ്യുന്നവരും, പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഈ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റൊക്കെ എല്ലാവരും അടിമകളായിക്കൊണ്ടിരിക്കും. സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ആൾക്കാർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴും എന്തിനധികം ഒരു സ്റ്റേഡിയത്തിൽ പോയി ഒരു മത്സരം, സ്പോർട്സ് കാണാൻ പോയിരിക്കുമ്പോഴും അവർ ആ മൊബൈലിൽ അല്ലെങ്കിൽ ആ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലേക്ക് മാറിപ്പോകും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ വർത്തമാനം പറയുന്നതിലും ആൾക്കാർ കൂട്ടുകൂടുന്നതിലും സോഷ്യൽ മിംഗിളിങ്ങിലൊക്കെ സന്തോഷം കണ്ടെത്തിയിരുന്നതെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോൾ നമ്മൾ ഈ മൊബൈലിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ളവർ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇതുപോലെ ഓൺലൈൻ ഗെയിംസിൻ്റെ കെണിയിൽപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. രണ്ടാമത്, ഇങ്ങനെയുള്ള കെണിയിൽപ്പെടാനുള്ളവരെ ഇരയാക്കാൻ വേണ്ടി ചില ആപ്പുകളും ചില ആൾക്കാരും ചില കമ്പനീസും ഒക്കെ ചേർന്നിട്ട് ഓൺലൈൻ ഗെയിംസ്, മണി ഗെയിംസ്, ട്രാപ്പ് അല്ലെങ്കിൽ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കെണിയിൽ പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രൊമോട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു ആക്ടറോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയോ ആണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയോ അബറ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക. ഇനി നിങ്ങൾ സാധാരണ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കെണിയിൽ പെടാതെ നോക്കുക. സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. എന്നാൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ ഗെയിംസിൻ്റെ, സിംപിളി എൻ്റർടൈൻമെൻറ്റ് സോഷ്യൽ ഗെയിംസിൻ്റെ ഭാഗമായിട്ടോ ഈ സ്പോർട്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷനെയും ഗവൺമെൻറ് അല്ലെങ്കിൽ നിയമം പ്രോത്സാഹിപ്പിക്കുകയാണ്. നാഷണൽ അതോറിറ്റിയുടെ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിലായിരിക്കുമെന്ന് മാത്രം. ഇതാണ് പുതുതായിട്ട് വന്ന ഓൺലൈൻ ഗെയിം ആക്ടിനെ പറ്റി പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കടന്നു വരുന്നതാണ്. നന്ദി, നമസ്കാരം.